ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വൈറ്റമിൻ സി കൂടുതൽ കഴിക്കണം എന്നൊക്കെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പോൾ ഈ കൊറോണൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ. അപ്പോൾ നല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നല്ല 2 ഡ്രിങ്കാണ്. ഇതിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിനും ഇത് യൂസ് ചെയ്യാം. അതുപോലെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല 2 ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ജീര ലൈം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ചെറിയ ജീരകമാണ് കേട്ടോ അത്. ഒരിക്കലും നിങ്ങൾ സാധാരണ ജീരകമായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനൊരു 4 പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടുവെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ്, അതുപോലെ ഉപ്പ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് അളവിലേക്കുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ വറുത്ത ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കരുതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുക. ഉപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അടിച്ചതിന് ശേഷം തേൻ ഒഴിച്ചിട്ട് ഇത് കുടിക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. പ്രത്യേകിച്ച് അരിച്ചെടുക്കാനൊന്നുമില്ല കേട്ടോ ഇതിൽ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഞാൻ സെർവ് ചെയ്യാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജീര ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഡെയിലി കുടിക്കുകയാണെങ്കിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. വൈറ്റമിൻ സി റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് പനി ജലദോഷമൊക്കെ വരാതിരിക്കാനൊക്കെ കുടിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി കുടിക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഓറഞ്ച് മിൻ്റാണ് കേട്ടോ. ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഹണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഞാൻ പുതിനയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള പുതിനയിൽ തന്നെ എടുക്കുക, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. ഇനി കുറച്ച് ചെറിയ ചൂടുള്ള വെള്ളം തന്നെ, ഒരു ഗ്ലാസ് അളവിലേക്ക് തന്നെ ഞാനിപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുതിനയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിനേൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഇലക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേനും അതുപോലെ തന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. തേന് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തന്നെ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. നല്ല മധുരമുള്ള ഓറഞ്ച് ആണെങ്കിൽ തേൻ്റെ അളവ് നമുക്ക് ഇത്രയും വേണ്ട. പുളിയുള്ള ഓറഞ്ച് ആണെങ്കിൽ തേൻ്റെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതും ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും അരിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് മിൻറ്റും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാഹം മാറാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ 2 ഡ്രിങ്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല ഈസിയും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഈ സമയത്ത് എല്ലാവരും നല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. ഏതായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ.